പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. സഹപാഠികളായ 3 പ്രതികൾ 2 ദിവസം കസ്റ്റഡിയിൽ തുടരും. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രവീൺ, ഇപ്പോൾ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. കുടുംബത്തിന്റെ മറ്റൊരാവശ്യം കൂടി ഉണ്ടായിരുന്നല്ലോ, മറ്റു പ്രതികളിൽ കൂടി ചോദ്യം ചെയ്യണം, മറ്റു വിദ്യാർത്ഥികളെ കൂടി ചോദ്യം ചെയ്യണം എന്നുള്ളൊരു കാര്യവും കുടുംബം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിലും നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനി അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 3 വിദ്യാർത്ഥിനികളെയാണ്, സഹപാഠികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. അവരെ കോടതി 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ വിട്ടിടണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. കാരണം ഇനിയും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, കോളേജിലും ഒപ്പം തന്നെ ഹോസ്റ്റലിലും എത്തിച്ച് തെളിവെടുപ്പും നടത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രതികളെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പത്തനംതിട്ട പോലീസ് പത്തനംതിട്ട കോടതിയിൽ ഒരു അപേക്ഷ നൽകിയിരുന്നത്. ഇന്നിപ്പോൾ റിമാൻഡിലായിരുന്ന ഈ 3 സഹപാഠികളെയും പത്തനംതിട്ട കോടതിയിൽ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഹാജരാക്കി 3 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നായിരുന്നു പോലീസിന്റെ ആവശ്യം. ഈ ആവശ്യം ഏതായാലും കോടതി അംഗീകരിച്ചു. പ്രതികളായിട്ടുള്ള അലീന, അഷിത, അഞ്ജന എന്നിവരെയാണ് പത്തനംതിട്ട കോടതിയിൽ ഹാജരാക്കിയത്. ഈ 3 പേരെയും ഈ മാസം 27 രാവിലെ 11 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട കോടതി ഉത്തരവ് ഇട്ടിട്ടുണ്ട്. ഏതായാലും ഇനിയുള്ള ഈ 3 ദിവസം വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ, ഒപ്പം തന്നെ കോളേജിലും ഹോസ്റ്റലിലും എത്തിച്ച് തെളിവെടുപ്പ് തുടങ്ങിയവ നടക്കും. ഇതിനിടെ മാതാപിതാക്കൾ ഏതായാലും ഈ 3 പേർ മാത്രമല്ല, ഇതിൽ കൂടുതൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ മകളെ മാനസികമായി പീഡിപ്പിച്ചു എന്ന ഒരു മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചും കൂടുതൽ ആരെങ്കിലും ഇത്തരത്തിൽ മാനസികമായി പീഡിപ്പിച്ചതിൽ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ 3 വിദ്യാർത്ഥിനികളിൽ നിന്നും പത്തനംതിട്ട പോലീസ് മൊഴിയെടുക്കും. ഒപ്പം തന്നെ മറ്റ് സാഹചര്യങ്ങൾ, ഈ അപകടം സംഭവിച്ച കെട്ടിടത്തിന് മുകളിലെ സാഹചര്യങ്ങൾ, വീണ സമയത്തെ പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിൽ കാലതാമസം വന്നിട്ടുണ്ടോ, ചികിത്സ ലഭ്യമായിട്ടുണ്ടോ, മതിയായിട്ടുള്ള ചികിത്സ ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയുള്ള മണിക്കൂറുകളിൽ പരിശോധിക്കും. ഓക്കെ, 3 പ്രതികളെയും ഇപ്പോൾ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ നൽകിയത്.